ഇറ്റ്സ് മീ മാനു പറ്റമൽ ഫ്രം മാനസ് കാർ വേൾഡ്. വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു വിഷയം നിങ്ങളുടെ മുമ്പിൽ ആദ്യമായിട്ട് പറയട്ടെ. മാനസ് കാർ വേൾഡിന് രണ്ടാമത്തെ ഒരു ഷോറൂം ഉടനെ തന്നെ പ്രവർത്തനം ആരംഭിക്കുകയാണ്. അതായത് ഒരു മാസത്തിനുള്ളിൽ മാനസ് കാർ വേൾഡിന്റെ പുതിയ ഷോറൂം നിങ്ങൾക്ക് മുമ്പിൽ വരുന്നതാണ്. അതിന്റെ ഇനാഗുറേഷൻ വളരെ കളർഫുൾ ആയിട്ട് നിങ്ങളെല്ലാവരും ക്ഷണിച്ചുകൊണ്ട് നമുക്ക് ആഘോഷിക്കണം. അത് ഏകദേശം ഒരു മാസത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് 2019 മോഡൽ W11 വരുന്ന XUV ആണ്. മാനുവൽ ആണ്, ഡീസൽ ആണ്. ഈ വാഹനത്തെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ നിങ്ങൾക്ക് പരിചയതരാം. ഇതിന്റെ എക്സ്റ്റീരിയർ, ഇന്റീരിയർ എല്ലാം പരിചയപ്പെടുത്തി തരാം. ഇതിന്റെ പ്രൈസ്, ഇതിന് കിട്ടുന്ന ലോണ്, ഈ വാഹനം ഫുൾ ലോണിൽ നിങ്ങൾക്ക് ലഭ്യമാണ് എന്ന സന്തോഷ വാർത്ത കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. ഇനി നമുക്ക് വാഹനം പരിചയപ്പെടാം. അപ്പോൾ ഈ XUVയെ കുറിച്ച് നമ്മൾ പറയാന്നുണ്ടെങ്കിൽ ഇപ്പോൾ XUV ഇറങ്ങുന്ന XUV 700 ആയിട്ടാണ്. അത് ഒരുപാട് ഫീച്ചേഴ്സ് അതിൽ വരുന്നുണ്ട്. അഡാസ് വരെ വരുന്ന ഒരു വാഹനമാണ്. അതായത് ഒരു റീസണബിൾ പ്രൈസിന് നമുക്ക് ഇന്ന് ലഭിക്കാവുന്ന ഏറ്റവും നല്ല വാഹനങ്ങളിൽ ഏറ്റവും നല്ല ഓപ്ഷനിൽ ലഭിക്കുന്ന ഒരു വാഹനമാണ് XUVകൾ. അതായത് ടയോട്ട ഫോർച്യൂണറായിട്ട് നമ്മൾ താരതമ്യം ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഒരു XUV 700ഉം ടയോട്ട ഫോർച്യൂണറും നമ്മൾ താരതമ്യം ചെയ്യാന്നുണ്ടെങ്കിൽ ഒരുപാട്, അതായത് പകുതിയിലധികം ഫീച്ചേഴ്സ് കൂടുതലാണ് XUV 700. ഈ XUVയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യൻ നിർമ്മിത വാഹനങ്ങളിൽ, അതായത് പുറത്തുനിന്നും വരുന്ന, അതായത് വിദേശ കമ്പനികളും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്ന പ്രൈസിന് ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് കൂടി ലഭിക്കുന്ന ഒരു വാഹനം കൂടിയാണ്. അതായത് സൺറൂഫ് മുതൽ ഇതിലുള്ള എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ലഭ്യമാണ്. ഇപ്പം നമുക്കറിയാൻ പറ്റും, ഇത് ഫോർച്യൂണർ ഏകദേശം 55 ലക്ഷം 60 ലക്ഷം രൂപ വരുന്ന ഫോർച്യൂണറിന് സൺറൂഫ് വരുന്നില്ല. അത് ശരിക്ക് ടയോട്ട വാഹനത്തിന്റെ ഒരു പോരായ്മ തന്നെയാണ്. എന്ന് വിചാരിച്ച് ടയോട്ട വാഹനം മോശമാണെന്നല്ല, എന്തായാലും ടയോട്ട വാഹനം വേൾഡ് വൈഡിൽ നമ്പർ 1 നിൽക്കുന്ന ഒരു വാഹനം കൂടിയാണ് ടയോട്ട. ഓക്കെ, ഈ XUVയെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ഇത് 2019 മോഡൽ W11, അതായത് ടോപ്പ് എൻഡ് മോഡലിൽ വന്ന ഒരു വാഹനമാണ്. വൈറ്റ് കളർ, അതായത് പേൾ വൈറ്റ് ആണ് ഇതിന് വരുന്നത്. ഇതിപ്പോൾ നമ്മൾ ഇതിന്റെ ഫ്രണ്ടേജ് എല്ലാം കണ്ടറിയാം. മറ്റു വാഹനങ്ങളിലും ഒരു ഫേസ് ലിഫ്റ്റിംഗ് വന്നിട്ടുണ്ട്. അതായത് ഗ്രില്ല്, ബമ്പർ, ഹെഡ്ലൈറ്റ് ഇതെല്ലാം മാറ്റം വന്നിട്ടുള്ള ഒരു വാഹനം. അതായത് 2015 മുതൽ 2018 വരെ ഒരു ടൈപ്പും 2019 ശേഷം 2020, 2021 വരെ മറ്റൊരു ഷേപ്പുമാണ് വാഹനം വന്നിട്ടുള്ളത്. 2022 ലാസ്റ്റോട് കൂടി 2023 കൂടി പുതിയ XUV 700 സീരീസ് ലോഞ്ച് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഓൾറെഡി ഇത് സ്റ്റോപ്പ് ചെയ്തു. അതായത് ഇതിൽ നിന്നും ഒരു ഫേസ് ലിഫ്റ്റിംഗ് വന്നിട്ടല്ല, വണ്ടി ഫുള്ളായിട്ട് അടിമുടി മാറിയിട്ടാണ് XUV പുതിയ ഒരു പ്ലാറ്റ്ഫോമിലാണ് XUV 700 വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇന്ന് ലഭിക്കുന്ന വാഹനങ്ങൾ, നമ്മൾ ഇന്ന് ഈ ഒരു 10-12 ലക്ഷം രൂപയ്ക്ക് നമ്മൾക്ക് ലഭിക്കുന്ന വാഹനങ്ങളിൽ ഇത്തരം ഫീച്ചേഴ്സ് ഉള്ള മറ്റൊരു വാഹനം നമുക്ക് ലഭ്യമല്ല. അതുകൊണ്ട് ഒരുപാട് ആളുകൾ XUV വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒന്നാമത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റ് വളരെ കുറവാണ്. അതായത് ഇന്ത്യൻ നിർമ്മിത വാഹനങ്ങൾ തന്നെ ആയതുകൊണ്ട് പാർട്സുകൾക്കും വളരെ വില കുറവാണ്. എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് റീസണബിൾ ആയിട്ട്, അതായത് നമ്മൾ പറയുമല്ലോ, ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വാഹനം കൂടിയാണ് മഹീന്ദ്ര വാഹനങ്ങൾ, പ്രത്യേകിച്ച് XUV. പിന്നെ കംപ്ലൈൻറ്റ് പൊതുവെ കുറവാണ്. യാത്ര ചെയ്യാനും ഉപയോഗിച്ചവർക്കറിയാം, യാത്ര ചെയ്യാനും പുള്ളിങ്ങും മറ്റു കാര്യങ്ങളും എല്ലാം നല്ല ഒരു പെർഫോമൻസ് തന്നെയാണ്. പിന്നെ ഇതിൽ വരുന്നത് ഹെമോക്ക് എഞ്ചിനാണ്. മഹീന്ദ്രയിൽ ഏറ്റവും വിജയിച്ചൊരു എഞ്ചിൻ. അതായത് മഹീന്ദ്ര ഫസ്റ്റ് അത് പരീക്ഷിച്ചത് സ്കോർപിയോയിലാണ്. സ്കോർപിയോ കഴിഞ്ഞിട്ടുള്ള ഓരോ സെഗ്മെന്റ് വാഹനങ്ങളിലും എംഒക്ക് എഞ്ചിൻ പരീക്ഷിച്ചു. അതിലെല്ലാം വളരെയധികം വിജയിച്ച ഒരു എഞ്ചിനാണ് എംഒക്ക്. എംഒക്ക് എഞ്ചിൻ കൂടിയാണ് ഇത് വരുന്നത്. എംഒക്ക് എഞ്ചിൻ എന്താണെന്ന് വെച്ചാൽ വൈബ്രേഷൻ വരുന്നില്ല, നല്ല മൈലേജ് ആണ്, നല്ല പുള്ളിങ് ആണ്, നല്ല പവർഫുൾ എഞ്ചിനാണ് എംഒക്ക്. അപ്പോൾ ഈ വാഹനങ്ങളെ മറ്റുള്ള ഡീറ്റെയിൽസും കൂടി ഞാൻ കൂടുതൽ പറഞ്ഞുതരാം. ഇത് പേൾ വൈറ്റ് ആണ് കളർ വരുന്നത്. ഇത് 2019 വരുന്ന സമയത്ത് ഇതിൻ്റെ അലൈസിൽ മാറ്റം വരുന്നുണ്ട്. അതായത് ഓൾറെഡി 4 പുതിയ ടയർ ഈ വാഹനത്തിലുണ്ട്. അതേപോലെ അലൈസിൽ നിന്ന് കറക്റ്റ് ആയിട്ടുള്ള മാറ്റങ്ങൾ വരുന്നുണ്ട്. ശരിക്ക് 2015 വരെ, 2012 മുതൽ 2015 വരെ വേറെ ടൈപ്പ് അലൈസും, 2012 മുതൽ 2018 വരെ വേറെ ടൈപ്പും, 2019 അതായത് W11 ഓപ്ഷൻ വരുന്നതിൽ ഇതേപോലെ ഡ്യുവൽ ടോൺ വരുന്ന അലൈസ് ആണ് വരുന്നത്. കുറച്ച് വലിയ അലൈസ് ആണ് വരുന്നത്. അതേപോലെ ഇതിന് സൺറൂഫ് വരുന്നുണ്ട്. ആ കാര്യങ്ങൾ ഇന്റീരിയർ എല്ലാം കാണിച്ചു തരാം. പിന്നെ ഞാൻ എപ്പോഴും വാഹനം വാങ്ങുമ്പോൾ നിങ്ങളെ അടുത്ത് പറയാനുള്ളത്, ഇതിന്റെ ബോഡി ലൈനിങ് കറക്റ്റായിട്ട് നിങ്ങൾ നോക്കണം. ഇതിന്റെ ബോഡി ലൈനിങ് കറക്റ്റായിട്ട് നോക്കണം എന്ന് പറയാറുണ്ട്. അപ്പം ഞാൻ തരുന്ന വാഹനങ്ങളാണെന്നുണ്ടെങ്കിൽ ഞാനത് കറക്റ്റായിട്ട് നോക്കിയിട്ടാണ് എടുക്കൽ. ഇനി നിങ്ങൾ വാഹനം മറ്റെവിടെന്നെങ്കിലും വാങ്ങുകയാണെങ്കിൽ ഇതാണ് ഇതിന്റെ ബോഡി ലൈനിങ് വരുന്നത്. 2 ബോഡി ലൈനിങ് വരും എല്ലാ വാഹനത്തിനും. ആ ബോഡി ലൈനിങ് എല്ലാം കറക്റ്റാണ്. അതായത് ടച്ചിങ് മറ്റു കാര്യങ്ങൾ പെയിന്റിങ് ഒന്നും നടന്നിട്ടില്ല. ചെറിയ ചെറിയ ടച്ചിങ്, അതായത് ബമ്പർ മറ്റു കാര്യങ്ങളൊക്കെ ഏത് വാഹനങ്ങളും ചെയ്തിട്ടുണ്ടാവും, അതേപോലെ തന്നെ ചെയ്തിട്ടുള്ളൂ. 4 പുതിയ ടയറുകളുണ്ട്. പിന്നെ ഇതിന്റെ ടൈൽ ലാമ്പ് പൊട്ടിയിട്ടുണ്ട്. അത് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. പുതിയ ടൈൽ ലാമ്പ് ഫിറ്റ് ചെയ്ത് തരും.
ഒരു ചെറിയ ഹോൾ ഇവിടെ ടൈൽ ലാമ്പിന് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഡിക്കി ഭാഗം കണ്ടു കഴിഞ്ഞാൽ തന്നെ നല്ല നീറ്റാണ്. ഇനി ഡിക്കി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം നമുക്ക്. ഇതിന് ഓൾറെഡി റിവേഴ്സ് ഗിയർ, റിവേഴ്സ് ക്യാമറ എല്ലാം വരുന്നുണ്ട്. അതെല്ലാം ഞാൻ പറഞ്ഞുതരാം. അതിന് എൻ്റെ കയ്യിൽ ഇപ്പോൾ തട്ടിയപ്പോൾ ഒന്ന് പറഞ്ഞു തന്നുള്ളൂ. ഇതിൻ്റെ ഇൻറ്റീരിയലെല്ലാം വളരെ നീറ്റാണ്. അതേപോലെ നമ്മൾ വാഹനം ആക്സിഡൻറ്റ് മറ്റു കാര്യങ്ങളൊന്നും വരുന്നതിന് മുമ്പ് ഉള്ള ഒരു അവസ്ഥ ആണ് ഇത്. യഥാർത്ഥത്തിൽ ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നും ഇതിലില്ല. അതായത് ഇതിൻ്റെ ടൈൽ ലാമ്പിലൊക്കെ കമ്പനി വരുമ്പോഴുള്ള സ്റ്റിക്കർ അതേപോലെ നിലനിർത്തിയിട്ടുണ്ട്. അതേപോലെ ഇവിടെ ചെറിയൊരു ടൂൾ ബോക്സ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലും നല്ല നീറ്റായിട്ടുള്ള മിറർ, ഞാൻ എപ്പോഴും പറയാറില്ലേ, മിറർ പോളിഷ് പോലത്തെ വാഹനമാണ്. അതായത് നല്ല നീറ്റായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. പെയിൻറ്റിങ്ങും മറ്റു കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. മിററെല്ലാം ബ്ലാക്ക് ചെയ്തിട്ടുണ്ട്. ഈ വാഹനത്തിൻ്റെ പെയിന്റിങ്, അതായത് പേൾ വൈറ്റ് ആയതുകൊണ്ട് നല്ല ഗ്ലൈസിങ് വരുന്നുണ്ട്. ഇത് ക്യാമറയിൽ എത്രത്തോളം വ്യക്തമാണ് എന്നുള്ളത് എനിക്ക് അറിയാൻ പറ്റുന്നില്ല. ഇനി ഇതിന്റെ ഇന്റീരിയർ ഒന്ന് നമുക്ക് പരിചയപ്പെടാം. ഇതിന്റെ എക്സ്റ്റീരിയർ നമ്മൾ പരിചയപ്പെട്ടു, ഇനി ഇന്റീരിയർ ഒന്ന് പരിചയപ്പെടാം. ആദ്യമായിട്ട് പറയട്ടെ, ഇത് കീലെസ് എൻട്രി ആണ്. അതായത് ബട്ടൺ സ്റ്റാർട്ട് ആണ് വരുന്നത്. ന്യൂട്രലിലേക്ക് ആക്കി കഴിഞ്ഞാൽ പുഷ് ബട്ടൺ സ്റ്റാർട്ട് ആണ്. നമുക്കൊന്ന് വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, സ്റ്റാർട്ട് ആയി കഴിഞ്ഞു. AC ഒന്ന് ഓൺ ചെയ്യാം. നല്ല ചൂടാണ്. ഇതിന് ഒന്ന് ആദ്യമായിട്ട് പറയട്ടെ, ഇതിന് ക്ലൈമറ്റ് കൺട്രോൾ AC വരുന്നത് കാരണം AC എപ്പോഴും നല്ല തണുപ്പായിരിക്കും. അതേപോലെ തന്നെ മറ്റു വാഹനങ്ങളെ അപേക്ഷിച്ച് ഇതിന്റെ ഡാഷിൽ W11 മോഡലിന് ഒരു ലെതർ ഫിനിഷിങ് വരുന്നുണ്ട്. ഈ ലെതർ ഫിനിഷിങ് വരുന്ന കാരണം വാഹനം നമ്മൾ ഈ വെയിലത്ത് നിർത്തിയിട്ടാൽ എത്ര തന്നെ ചൂടായാലും ഡാഷിൽ അതിന്റെ എഫക്റ്റ് ഉണ്ടാവില്ല. അത് അത് പ്രീമിയം ക്ലാസ് വാഹനങ്ങൾ മാത്രമേ വരുന്ന ഫീച്ചേഴ്സ് ആണത്. അത് പറഞ്ഞുതരാം. ഓക്കെ, പിന്നെ അതേപോലെ മറ്റൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഇതിന് ഡബിൾ ഡാഷ് വരുന്നുണ്ട്. അതായത് നമ്മൾ ചെറിയ സാധനങ്ങളൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ അതൊന്നുണ്ട്. പിന്നെ ഓൾറെഡി വേറെ ഡാഷ് ബോക്സ് വരുന്നുണ്ട്. ഇനി അടുത്ത് സൺറൂഫ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. സൺറൂഫ് ഓപ്പൺ ചെയ്തു. അതായത് ഇപ്പൊ ഇറങ്ങുന്ന വാഹനങ്ങൾക്ക് കൂടുതൽ ആളുകൾക്ക് സൺറൂഫ് വേണം. എന്താന്ന് വെച്ചാൽ വാഹനം ഉപയോഗിക്കുന്നത്, അതായത് ഇപ്പൊ നമ്മളൊക്കെയാണ് വാഹനം ഉപയോഗിക്കുന്നത്, നമുക്ക് സൺറൂഫ് വേണ്ട എന്നെങ്കിൽ പോലും നമ്മുടെ വീട്ടിലെ കുട്ടികൾക്ക് നിർബന്ധമായിട്ട് സൺറൂഫ് വേണം. അപ്പൊ സൺറൂഫ് ഉള്ള വാഹനങ്ങൾക്കാണ് ഇപ്പൊ മാർക്കറ്റിൽ വില കൂടുതലും. ഓൾറെഡി ഷോറൂമിൽ തന്നെ, അതായത് കമ്പനിയിൽ തന്നെ വില കൂടുതലാണെങ്കിൽ പോലും മാർക്കറ്റിലും അത് കൂടുതൽ ആവശ്യക്കാരും ഇപ്പൊ സൺറൂഫ് ഉള്ള വാഹനങ്ങൾക്കാണ്. നല്ല ചൂട് വരുന്നുണ്ട്. നമുക്ക് സൺറൂഫ് ഒന്ന് ക്ലോസ് ചെയ്യാം. പിന്നെ ഇതിന്റെ ഫീച്ചേഴ്സിനെ കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ നമുക്കറിയാം XUV-ൽ ഒരുപാട് കൂടുതൽ ബട്ടൺസ് ഇതിൽ വരുന്നുണ്ട്. AC-ന്റെ ബട്ടൺസ് വരുന്നുണ്ട്, ഫോണിന്റെ മറ്റുള്ള സ്ക്രീനിന്റെ ഒരുപാട് ബട്ടൺസ്. അതായത് ഈ വാഹനം ഇറങ്ങി വന്ന ആളുകൾ പറഞ്ഞത് ഫ്ലൈറ്റിന്റെ പോലത്തെ ഡാഷാണ്, അത്രത്തോളം സ്വിച്ചസ് ഇതിൽ വരുന്നുണ്ട് എന്നൊക്കെ വന്ന് ഒരു തമാശ രൂപേണ പറഞ്ഞിരുന്നു. ഓക്കെ, ഇപ്പോഴും ഇപ്പൊ വരുന്ന വാഹനങ്ങൾക്ക് അന്ന് ഓൾറെഡി ആൻഡ്രോയിഡ് സെറ്റ് വന്നിട്ടില്ല. ഇപ്പൊ വരുന്ന XUV-ക്ക് ആൻഡ്രോയിഡ് സെറ്റ് വരുന്നുണ്ട്. അതേപോലെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മറ്റുള്ള വാഹനത്തിന് വിഭിന്നമായി ഈ വാഹനത്തിൽ ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട്. ഈ ക്രൂയിസ് കൺട്രോളുള്ള വാഹനങ്ങൾ നമുക്കറിയാൻ പറ്റും. ഇന്നത്തെ ഹൈവേയിലൊക്കെ ഇപ്പൊ നമ്മളിവിടെ ഹൈവേ ഒക്കെ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ക്രൂയിസ് കൺട്രോൾ നമുക്ക് ഏകദേശം നിർബന്ധം, ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമായിട്ട് മാറുകയാണ്. ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട്. അതായത് സ്റ്റാരിങ്ങിൽ വോളിയം കൺട്രോള്, ഫോൺ അറ്റൻഡ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ എല്ലാ ഇതും സ്റ്റാരിങ്ങിൽ വരുന്നുണ്ട്. ഇനി മറ്റൊരു പ്രത്യേകത എന്താ വെച്ചാൽ, എടുത്തു പറയേണ്ട കാര്യം എന്താ വെച്ചാൽ ഇതിൽ 8 എയർ ബാഗ് വരുന്നുണ്ട്. വാഹനം അപകടത്തിൽ പെടുകയാണെങ്കിൽ പോലും നമ്മൾക്കൊരു പോറൽ പോലും ഏൽക്കാതെ നമ്മളെ ഒരു എയർ ബാഗിന്റെ ഒരു കവചം തന്നെ തീർത്തിട്ട് നമ്മളെ രക്ഷപ്പെടുത്താൻ പാകത്തിൽ സ്റ്റിയറിംഗിൽ വരുന്നുണ്ട്, ഡാഷിൽ വരുന്നുണ്ട്, 2 പോസ്റ്റിൽ വരുന്നുണ്ട്, അതേപോലെ ഈ 2 ഇപ്പുറത്തെ പോസ്റ്റിൽ വരുന്നുണ്ട്, അതേപോലെ 2 സീറ്റിലും വരുന്നുണ്ട്. അതായത് വാഹനം അപകടത്തിൽപ്പെടുകയെന്നുണ്ടെങ്കിൽ ഇതെന്തായാലും നമ്മളെ പ്രൊട്ടക്ട് ചെയ്തോളും. പിന്നെ ആയുസ് ദൈവത്തിന്റെ കയ്യിലാണ്. അതെല്ലാം ഞാൻ പറയുന്നത്. അപകടങ്ങളിൽ നമുക്ക് എത്രത്തോളം പരിക്കിൽ നിന്ന് രക്ഷപ്പെടാം എന്നുള്ളത്. പക്ഷെ ഇതെല്ലാം വർക്ക് ചെയ്യണമെങ്കിൽ സീറ്റ് ബെൽറ്റ് മസ്റ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കണം. സീറ്റ് ബെൽറ്റ് ഉപയോഗിക്കാതെ നമ്മൾ വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ ഇലക്ട്രിക്കൽ എയർ ബാഗിലാണ്, ഇലക്ട്രിക്കൽ ഫങ്ഷൻസ് ആണ് ഇതിന്റെ എല്ലാ എയർ ബാഗുകളും. എയർ ബാഗ് പൊങ്ങി നമ്മൾക്ക് അപകടം വരുന്നത് തടയാൻ വളരെയധികം പ്രയാസപ്പെടും, ഇല്ല എന്ന് തന്നെ പറയാം. അതുകൊണ്ട് നിർബന്ധമായിട്ട് നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് സീറ്റ് ബെൽറ്റ് ധരിക്കണം. സീറ്റ് ബെൽറ്റ് ധരിച്ച് നമ്മൾ വാഹനം ഓടിച്ചാൽ എയർ ബാഗ് മറ്റ് ഫങ്ഷൻസ് എല്ലാം നമുക്ക് ഓൺ ആകുകയുള്ളൂ. അതെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ഇതിന്റെ റെയർ സീറ്റ് ഒന്ന് പരിചയപ്പെടാം നമുക്ക്. പിന്നെ നമ്മൾ ഏത് വാഹനം കമ്പയർ ചെയ്യുമ്പോഴും അതിന്റെ സീറ്റ്, അതായത് നമ്മൾ ലെഗ് സ്പേസ് ആണ് നമ്മൾ കാണാറുള്ളത്. അത് XUV-ൽ ഓൾറെഡി നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ലെഗ് സ്പേസ് വളരെ കറക്റ്റ് ആണ്. നമുക്ക് ഇരുന്ന് എങ്ങനെ യാത്ര ചെയ്യാന്നുണ്ടെങ്കിൽ ലെഗ് സ്പേസ് നന്നായിട്ടുണ്ട്. അത് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. അതേപോലെ ഇതിന് സെൻട്രലൈസ്ഡ് AC അല്ല വരുന്നത്. ഇതിന്റെ AC വരുന്നത് പോസ്റ്റിലാണ്. അതായത് എല്ലാ വിൻഡോയിലും ഇതിന്റെ ഫ്രണ്ടിലേക്ക് ഇതിൽ വരുന്നുണ്ട്, 2 വിൻഡോക്ക് വരുന്നുണ്ട്. ഇതിന്റെ ബാക്കിലാണെങ്കിൽ ബാക്കിൽ വരുന്നുണ്ട്. അതായത് സെൻട്രലൈസ്ഡ് AC തന്നെയാണ്. സാധാരണ നമ്മൾ സെൻട്രലൈസ്ഡ് AC എന്ന് പറഞ്ഞാൽ റൂഫിലാണ് വരുന്നത്. XUV-ക്ക് മാത്രം അതിൽ നിന്ന് മാറ്റമുണ്ട്.
കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ മുകളിൽ ഇതിന്റെ സൺറൂഫിന്റെ മറ്റു കാര്യങ്ങളെല്ലാം വരുന്ന കാരണമായിരിക്കും കമ്പനി ഇതിന്റെ വിൻഡോ വെക്കാത്തെന്നാണ് അനുമാനിക്കാം. കമ്പനി മറ്റെന്തെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നുള്ളത് ഓൾറെഡി നമുക്ക് അറിയാൻ പറ്റില്ല. പിന്നെ ബാക്കിലെ റോ സീറ്റ് സാധാരണ നമ്മൾ എല്ലാ വാഹനങ്ങളും ഉള്ള പോലെ തന്നെ ഇതിന്റെ ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഇത് കമ്പനി ഒറിജിനൽ ലെതറിൽ വരുന്നതാണ്. കാരണം W11 വരുന്ന കമ്പനി ഒറിജിനൽ ലെതർ സീറ്റ് വരുന്നതാണ്. ടാൻ കളറിൽ വരുന്ന ലെതർ സീറ്റ് തന്നെയാണ്. ഇനി വാഹനത്തിനെ കുറിച്ചുള്ള മറ്റുള്ള ഡീറ്റെയിൽസുകളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ ഈ വാഹനത്തിന്റെ എക്സ്റ്റീരിയർ ഇന്റീരിയർ എല്ലാം പരിചയപ്പെട്ടു. ഇനി ഈ വാഹനത്തിന്റെ വില മറ്റു കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ അതിന്റെ മുമ്പ് ഞാൻ വേറൊരു കാര്യം പറയട്ടെ. മാനുസ് കാർ വേൾഡിന്റെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാ, യൂട്യൂബ് അക്കൗണ്ടുകൾ നിങ്ങൾ ഫോളോ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വാഹനങ്ങളുടെ കുറിച്ചോ ഞങ്ങൾ മറ്റുള്ള വാഹനങ്ങളെ കുറിച്ചോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഓഫീസ് നമ്പറായ 9188551234, ഒരു വർഷം കൂടി പറയാം, 9188551234 എന്നാൽ ഞങ്ങളുടെ ഓഫീസ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇനി ഇതിന്റെ പ്രൈസ്, ഇതിന് എത്ര ലോൺ കിട്ടുന്നത്, ഈ കാര്യങ്ങൾ കൂടി പറഞ്ഞുതരാം. അതായത് ഇതിന്റെ പ്രൈസ് വരുന്നത് 12,10,000 രൂപയ്ക്ക് നമുക്ക് ഇത് കൊടുക്കാൻ പറ്റും. ഇതിന് 12 ലക്ഷം രൂപ നമുക്ക് ലോണും ചെയ്യാൻ പറ്റും. അതായത് ഫുൾ എമൗണ്ട് നമുക്ക് ഇതിന് ലോൺ ചെയ്യാൻ പറ്റുന്ന സാരം. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത്, നമ്മുടെ ഓഫേഴ്സ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇനി അറിയാത്തവർക്കായി മാനുസ് കാർ വേൾഡിൽ നിന്നും ജനുവരി 1 മുതൽ ഡിസംബർ 25 വരെ വാഹനം വാങ്ങുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് മലേഷ്യയിലേക്കുള്ള തികച്ചും ഫ്രീ ആയിട്ടുള്ള ഒരു ട്രിപ്പ് നമ്മൾ സ്പോൺസർ ചെയ്യുന്നു. അതേപോലെ നമ്മുടെ ഇൻസ്റ്റാ, ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് നമ്മൾ നറുക്കെടുപ്പിലൂടെ അവരുടെ ഫാമിലിക്ക് വയനാട്ടിലോ മൂന്നാറിലോ ഒരു ദിവസത്തെ ഒരു 5 സ്റ്റാർ റിസോർട്ടിലെ താമസം നമ്മൾ നൽകുന്നതാണ്. അപ്പോൾ മാനുസ് കാർ വേൾഡിന്റെ യൂട്യൂബ്, ഇൻസ്റ്റാ, ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ നിങ്ങൾ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളുടെ കൂടെ കൂടുക. നിങ്ങളും നമ്മളും ഒരുമിച്ചുള്ള ഒരു യാത്ര നമുക്ക് മുന്നോട്ട് പോകാം. വീണ്ടും ഒരു വീഡിയോയുമായി വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് വരാം. ഇറ്റ്സ് മാനു പട്ടുമേൽ ഫ്രം മാനുസ് കാർ വേൾഡ്. ഓക്കെ.